ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതം ചർച്ച നമുക്ക് തുടരാം. രാവിലെ നമ്മൾ പഠിച്ചു, ഭഗവാൻ കൃഷ്ണൻ ശാന്തിദൂതനായിട്ട് പുറപ്പെടുകയാണ് വിരാട് രാജ്യത്തിൽ നിന്ന്. ഇനി ഹസ്തിനപുരിയിലേക്ക് ഭഗവാൻ എത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. 2 അധ്യായങ്ങളായിട്ടാണ് ഭഗവാന്റെ ശാന്തിദൂതനായിട്ട് ഭഗവാൻ പോകുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെ വർണ്ണിക്കുന്നത്. ആദ്യം ഭഗവാൻ വിരാട് രാജ്യത്തിൽ നിന്നും തിരിക്കുന്ന ആ സമയത്ത് അവസാന നിമിഷങ്ങളിൽ ഉണ്ടാവുന്ന ചർച്ചകൾ, പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പം എല്ലാവരും ഭഗവാനെ സ്വാഗതം ചെയ്യുന്നതും അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് ഗുരു പ്രണാമ മന്ത്രങ്ങൾ പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാധാമധായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാസുദേവ ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിദവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രനംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായിതേ. ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിനം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാം ഭുജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭേ സേവ്യമാനുസ്മരാമി. ശ്രീമണ്ഡാസുരസാരംഭീ വംശീവടത്തരസ്ഥിതാകർഷൺ വേണുസ്വനേ ഗോപിർഗോപിനാഥശ്രീസ്തനാ തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मुगं करोति वाचालं भङ्गं लङ्घयति गिरिं यत्कृपातमहं वन्दे
ശ്രീഗുരും ദീനകാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. വിരാട് രാജ്യത്തിൽ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴായിരുന്നു ഭഗവാനും പാണ്ഡവരും ബാക്കി പാണ്ഡവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജാക്കന്മാരുമായിട്ടുള്ള ചർച്ച നടന്നത്. ഏകദേശം വൈകുന്നേരമായി. പിറ്റേ ദിവസം അതിരാവിലെ ഭഗവാൻ വിരാട് രാജ്യത്തിൽ നിന്നും ഹസ്തനപുരിയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. രാവിലെ ഭഗവാൻ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാനെ ഉണർത്താനായിട്ട് ബ്രാഹ്മണരും സേവകരും ഒക്കെ വന്ന് വേദമന്ത്രങ്ങളൊക്കെ ഉരുവിടാൻ തുടങ്ങി. ഭഗവാൻ ഇഷ്ടമുള്ള പല പല സംഗീത ഉപകരണങ്ങളും വായിക്കാൻ തുടങ്ങി. അവർ അന്തപുരിക്ക് പുറത്തായിരുന്നു. ഭഗവാൻ ഉറങ്ങുന്ന ആ മുറിക്ക് പുറത്തായിട്ടായിരുന്നു ഇവരിതെല്ലാം വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ ഭഗവാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ആചാരങ്ങളും അതൊക്കെ തുടങ്ങിയിരുന്നു. ഭഗവാൻ കുളിച്ചതിന് ശേഷം ഭഗവാൻ സൂര്യപൂജ ചെയ്തു. അതിനുശേഷം യജ്ഞം ചെയ്തു. ഭഗവാൻ പുതിയ വസ്ത്രമൊക്കെ ധരിക്കുകയാണ്, മഞ്ഞ പീതാംബരമൊക്കെ ധരിച്ച്. അവിടുത്തെ കൊട്ടാരത്തിലെ സേവകർ ഭഗവാന് പല പല ആഭരണങ്ങളും അണിയിച്ചു കൊടുക്കുകയാണ്. മൂല്യമായിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ച പല പല ആഭരണങ്ങളും അണിയിച്ചു കൊടുത്തു. ഭഗവാൻ ബ്രാഹ്മണരെ എല്ലാം വേണ്ടുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. പശുക്കളെ ദാനമായിട്ട് നൽകി. ഇതൊക്കെ ഭഗവാന്റെ നിത്യം നടക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ സമയത്ത് സാത്വികി അവിടെ എത്തി. ഭഗവാൻ സന്തോഷത്തോടു കൂടി സാത്വികയെ സ്വീകരിച്ചു. എന്നിട്ട് സാത്വികി എടുത്ത് പറഞ്ഞു, സാത്വികി, എൻ്റെ രഥം തയ്യാറാക്കൂ, നമുക്ക് ഉടൻ തന്നെ ഇറങ്ങണം. അതിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചോളൂ. ദുര്യോധനോ കർണനോ ശകുനിക്കോ ഒരു മര്യാദയില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ശത്രുക്കളെ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്, അവ എത്ര ദുർബലനാണെങ്കിലും. സാത്വികി ഉടനെ കുറച്ച് ഭടന്മാരോട് ഭഗവാന്റെ രഥം തയ്യാറാക്കാൻ നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് ഏറ്റവും വേഗതയിൽ ഓടുന്നതിന് വേണ്ടിയുള്ള രഥം തന്നെ റെഡിയാക്കി. ആ രഥത്തിൽ 2 വളരെ ശക്തമായിട്ടുള്ള ചക്രങ്ങളുണ്ടായിരുന്നു. അഗ്നിയെ പോലെ നല്ല തിളക്കമുള്ള രഥമായിരുന്നു. അതിൽ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും പല പല ചിഹ്നങ്ങളുണ്ടായിരുന്നു. സ്രാവിൻ്റെയും പല പല മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ പലതരത്തിലുള്ള പുഷ്പങ്ങളുടെയും രൂപങ്ങൾ പല പല രത്നങ്ങളിൽ കൊത്തുപണി ചെയ്ത് അതിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ രഥത്തെ പുലിത്തോല് വെച്ചും പല പല മണികൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഒരു നീല നിറത്തിലുള്ള ഒരു തുണിയിൽ ഗരുഡന്റെ ചിഹ്നമുണ്ടായിരുന്നു. ഭഗവാന്റെ 4 കുതിരകൾ ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പം, ബലാഹകൻ ഇവരെയെല്ലാം ആ രഥമായിട്ട് ബന്ധിപ്പിച്ചു. എന്നിട്ട് രത്നങ്ങൾ പതിപ്പിച്ച ഒരു ഞാണ് അവരുടെ കഴുത്തുമായിട്ട് കെട്ടിയിരിക്കുകയാണ്. ഭഗവാൻ കൊട്ടാരത്തിൽ നിന്നും വന്നു, രഥത്തിലേക്ക് കയറി സാത്വികയായിട്ട്. എന്നിട്ട് ഭഗവാന്റെ സാരഥിയായ ദാരുകൻ കുതിരകളുടെ ഞാണ് പിടിച്ച് മുന്നോട്ട് യാത്ര ആരംഭിച്ചു. അവിടെ കൊട്ടാരത്തിനടുത്തുള്ള എല്ലാ പ്രജകളും സൈനികരും എല്ലാം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ബ്രാഹ്മണരെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതായിട്ടും ഭഗവാന് എല്ലാവിധ മംഗളങ്ങളും വരാനായിട്ട് ശുഭമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നഗര കവാടങ്ങളിലൂടെയൊക്കെ ഭഗവാൻ പോവുകയായിരുന്നു.
ഒരു അതിമനോഹരമായിട്ടുള്ള കാറ്റ് അവിടെ നിന്ന് വീശാൻ തുടങ്ങി. ദേവന്മാരും ഗന്ധർവന്മാരും ദേവഋഷികളും എല്ലാം ആകാശത്ത് നിന്ന് ഭഗവാനെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡവരും അവരുടെ ബാക്കിയുള്ള രാജാക്കന്മാരും ഒക്കെ, അനുയായികളെല്ലാവരും നടന്നുകൊണ്ട് രഥത്തിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. പ്രജകളെല്ലാവരും പൂക്കൾ എറിഞ്ഞു ഭഗവാന് നേരെ. പിന്നെ ശുഭചിഹ്നങ്ങളായിട്ട് ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, നെല്ല്, അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഭഗവാൻ പോകുന്ന സ്ഥലങ്ങളിലൂടെ എറിയുമായിരുന്നു ശുഭചിഹ്നങ്ങളായിട്ട്. ഒരുപാട് ശംഖുകൾ ഒരേ സമയത്ത് എല്ലാവരും ഊതിക്കൊണ്ടിരിക്കുന്നു. പല തരത്തിലുള്ള കൊട്ടുപകരണങ്ങളൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഊത്തുകളും പല രീതിയിൽ, അങ്ങനെ പല സംഗീത ഉപകരണങ്ങളും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നഗര കവാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി യുധിഷ്ഠിരനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് യുധിഷ്ഠിരൻ വിജയത്തിനായിട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് കണ്ണീരോടുകൂടി യുധിഷ്ഠിരൻ പറയുകയാണ്, ഗോവിന്ദ, നമ്മുടെ എല്ലാം പുണ്യവതിയായ അമ്മയടുത്ത് നമ്മുടെ അന്വേഷണം പറയുക. ആ അമ്മ എപ്പോഴും ദുഃഖത്തിൽ തന്നെയായിരുന്നു. ആ അമ്മ എപ്പോഴും അങ്ങയുടെ ആരാധനയിൽ തന്നെ മുഴുകിയിരിക്കും. എപ്പോഴും വ്രതത്തിലും ഭക്തിയിലും മാത്രം ഇരിക്കുന്ന ഒരു പാവം സാധ്വിയാണ് എൻ്റെ അമ്മ. എല്ലാവർക്കും വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. നമ്മുടെ എല്ലാവിധ പ്രണാമങ്ങളും കൊടുക്കണം. എപ്പോഴായിരിക്കും എൻ്റെ അമ്മയുടെ സേവനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുന്നത്? മാധവ, എൻ്റെ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കണം. നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കണം. പാണ്ഡവർ അവസാനമായിട്ട് അമ്മയെ കാണുന്നത് വനവാസത്തിന് പുറപ്പെടുമ്പോഴായിരുന്നു. അമ്മയും കൂട്ടത്തിൽ കരഞ്ഞുകൊണ്ട് പുറകെ നടക്കുകയായിരുന്നു. ഇനി എന്തായാലും യുദ്ധം കഴിയുന്നതുവരെ പാണ്ഡവരെ കാണുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവർ മനസ്സിലാക്കി. ഓരോ പാണ്ഡവരും ഭഗവാന് അമ്മയ്ക്ക് വേണ്ടിയുള്ള സന്ദേശം കൊടുക്കുകയാണ്. യുധിഷ്ഠിരൻ പിന്നെ പറഞ്ഞു, നമ്മുടെ പിതാമഹനായ ഭീഷ്മരോടും നമ്മുടെ അന്വേഷണം പറയണം. നമ്മുടെ ഗുരുവായ ദ്രോണർക്കും നമ്മുടെ അന്വേഷണം പറയണം. വിതുരരോട്, എല്ലാ മുതിർന്ന കൗരവ വംശത്തിലുള്ള എല്ലാവർക്കും നമ്മുടെ അന്വേഷണം പറയണേ ഭഗവാനെ പറഞ്ഞു. പിന്നെ യുധിഷ്ഠിരൻ അവസാനമായിട്ട് ധൃതരാഷ്ട്രർക്ക് ഒരു സന്ദേശം കൊടുത്തു. എന്നിട്ട് ഭഗവാന് ചുറ്റും കൈകൂപ്പി പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷം അർജുൻ മുന്നോട്ട് വന്നു ഭഗവാന് വിട പറയാനായിട്ട്. അപ്പോൾ അർജുൻ ഭഗവാനെ കെട്ടിപ്പിടിച്ചിട്ട് അർജുൻ പറഞ്ഞു, ഗോവിന്ദ, അങ്ങ് എന്തായാലും പകുതി രാജ്യമാണ് അങ്ങ് ചോദിക്കുന്നത് ദുര്യോധനോട്. ദുര്യോധന അതിന് തയ്യാറായില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ക്ഷത്രിയരെ എല്ലാം നശിപ്പിക്കും. അതിലൊരു സംശയമില്ല. നമ്മളെപ്പോഴും അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുക. പാണ്ഡവരെല്ലാവരും ഭഗവാനെ പ്രദക്ഷിണം ചെയ്യും. അതിനുശേഷം ഭഗവാൻ രഥത്തിൽ കയറുകയാണ്. എന്നിട്ട് ദാരുകൻ അതിവേഗതയിൽ രഥത്തെ മുന്നോട്ട് നിൽക്കുകയാണ്. പാണ്ഡവരെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഭഗവാന്റെ രഥം കാണാതാകുന്നത് വരെ അവരെല്ലാവരും അവിടെ തന്നെ നിന്നു. ആ രഥത്തിൻ്റെ വേഗത കൊണ്ട് പൊടികളെല്ലാം ഒരു മേഘങ്ങളെ പോലെ ആകാശത്ത് പടർന്നു കിടക്കുകയായിരുന്നു. ആ പൊടി അടയാളങ്ങൾ പോലും കാണാത്ത വിധം നിശബ്ദമാകുന്നത് വരെ അവർ ആ ദിശയിലേക്ക് തന്നെ നോക്കിയിരുന്നു. അങ്ങനെ ഹസ്തിനപുരിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പല
നിമിത്തങ്ങളും സാത്വിക കണ്ടു, ദൈവികമായിട്ടും ഭൂമിയിലുള്ളതായിട്ടും. മിന്നൽ മിനുങ്ങുന്നതായിട്ട് കണ്ടു, അതിന് തൊട്ട് പുറകെ തന്നെ മഴ പെയ്യുന്നതായിട്ടും, നദി പുറമോട്ടൊഴുകുന്നതായിട്ട് കണ്ടു, ഭൂമി വിറയ്ക്കുന്നതായിട്ട് കണ്ടു. കിണറ്റിൽ നിന്നും വെള്ളം പുറത്തു ചാടുന്നതായിട്ട് കണ്ടു, ആകാശത്ത് നിന്നും തീ പറക്കുന്നതായിട്ടും കണ്ടു. പെട്ടെന്ന് അന്തരീക്ഷം എല്ലാം ഇരുട്ടാവുന്നതും വലിയ മേഘഗർജനങ്ങളൊക്കെ ശക്തമായിട്ടുള്ള ഗർജന കേൾക്കുന്നതും കണ്ടു. അങ്ങനെ പല പല ഭീകര നിമിത്തങ്ങളും കാണുന്നുണ്ടെങ്കിലും രഥത്തിന് ചുറ്റുമുള്ള ആ ഒരു അന്തരീക്ഷം എപ്പോഴും ശാന്തമായിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. താമരയുടെ സുഗന്ധം നിറഞ്ഞ ഒരു കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മുന്നോട്ടുള്ള വഴികൾ കുണ്ടും കുഴിയോ ഒന്നുമില്ലാതെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തന്നെ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വഴിയാണ്. പല പല പ്രദേശങ്ങളിലൂടെയും അവർ യാത്ര തുടർന്നു. അവിടെയെല്ലാം ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ബ്രാഹ്മണരും ഭഗവാനെ പൂജിച്ചു. ഭഗവാൻ അർഘ്യ പുഷ്പങ്ങളും എല്ലാം കൊടുത്തു. അതിസുന്ദരിമാരായിട്ടുള്ള നാരീജനങ്ങളെല്ലാം വഴിക്ക് ഇരുവശത്തും കാത്തു നിൽക്കുമായിരുന്നു ഭഗവാനെ ഒന്ന് കാണാനായിട്ട്. അവരെല്ലാം സന്തോഷത്തോടുകൂടി ഭഗവാന്റെ ദേഹത്ത് പുഷ്പങ്ങൾ എറിഞ്ഞു. അത് നല്ല ധാന്യങ്ങളും ശുഭധാന്യങ്ങളും ഒക്കെ എറിഞ്ഞു. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് അവരോടെല്ലാം നമസ്കാരങ്ങൾ അവർക്ക് നൽകി, അനുഗ്രഹങ്ങൾ നൽകി, അവരുടെ സ്വാഗതമൊക്കെ സ്വീകരിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം യാത്ര ചെയ്ത് ഭഗവാൻ ഭൃഗസ്ഥൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ നാട്ടുകാരെല്ലാവരും കൂടെ ഭഗവാനെ വിശ്രമിക്കാനായിട്ട് നല്ലൊരു കൊട്ടാരം അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. അവിടെയായിരുന്നു ഭഗവാൻ വിശ്രമിച്ചിരുന്നത്. പലതരത്തിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ഭഗവാന് വേണ്ടി കൊണ്ടുവന്നു. ഭഗവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു. ഭഗവാൻ അവിടെ തന്നെ വിശ്രമിക്കുകയാണ് അന്നത്തെ രാത്രി. ഇനി ഭഗവാൻ ഹസ്തിനപുരിയിലേക്ക് അടുത്തെത്താറായപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ആ നഗരത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായി. വലിയ മരങ്ങളൊക്കെ പിഴുതെറിയപ്പെട്ടു. പല പല കെട്ടിടങ്ങളും തകർന്നു. ആകാശം മൊത്തം കാർമേഘം കൊണ്ട് നിറഞ്ഞു. തുടർച്ചയായിട്ട് മിന്നൽ വന്നുകൊണ്ടേയിരിക്കുന്നു, ഇടിവെട്ടിക്കൊണ്ടേയിരിക്കുന്നു. കഴുകന്മാരും കാക്കകളും അവിടെ ചുറ്റും പറന്ന് നടക്കുകയായിരുന്നു. കുറുക്കന്മാരെല്ലാം ഒലിയിടുകയായിരുന്നു. ഭഗവാൻ എത്തുന്നതിന് മുമ്പായിട്ട് ധൃതരാഷ്ട്രർ സഭയിൽ ഒരു സഭ വിളിച്ചു വരുത്തി എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യായിരുന്നു ഭഗവാനെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. കാരണം ബൃഹത് സ്ഥലം വെച്ച് കൃഷ്ണൻ ഇങ്ങോട്ട് വരുന്നതായിട്ട് ധൃതരാഷ്ട്രർ അറിഞ്ഞിരിക്കുന്നു. വിതുരർ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, എങ്ങനെയെങ്കിലും നമ്മൾ കൃഷ്ണനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. അദ്ദേഹം വിചാരിക്കുന്ന പോലെയാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ സൃഷ്ടി ചെയ്യുന്നതും എല്ലാ അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉറവിടം അദ്ദേഹമാണ്. അദ്ദേഹം എല്ലാവിധ ആദരവിനും അർഹനാണ്. എല്ലാവിധ പൂജാതി കർമ്മങ്ങൾക്കും അർഹനാണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ നമുക്ക് വലിയൊരു ആപത്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ടുള്ള ദേവന്മാർക്ക് തത്തുല്യമായിട്ടുള്ള സ്വാഗതത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിലൂടെ നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും.
അതുകൊണ്ട് ധൃതരാഷ്ട്ര പറഞ്ഞു, നമ്മുടെ ഈ കൊട്ടാരത്തിലെ ഏറ്റവും നല്ല മണിമാളിക തന്നെ അദ്ദേഹത്തിന് താമസത്തിനായിട്ട് കൊടുക്കേണ്ടതാണ്. അതിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടി. അതുകൊണ്ട് എല്ലാവരും നിശ്ചയിച്ചു, ദുശാസനൻ താമസിക്കുന്ന മണിമാളിക തന്നെ കൊടുക്കാം. അത് ഹസ്തിനപുരിയിലെ ഏറ്റവും ആർഭാടത്തോടു കൂടിയുള്ള മണിമാളികയാണ് ദുശാസന്റെ മണിമാളിക. പിന്നെ പലതരത്തിലുള്ള സമ്പത്തുകളും ശ്രീകൃഷ്ണ ഭഗവാൻ ഉപഹാരമായിട്ട് കൊടുക്കാം എന്ന് നിശ്ചയിച്ചു. ഭഗവാന് 16 സ്വർണ്ണ രഥങ്ങളും ഏറ്റവും മനോഹരമായിട്ടുള്ള കുതിരകൾ കൊണ്ടുള്ള 16 സുന്ദരമായിട്ടുള്ള രഥങ്ങളും 8 വലിയ ആനകളും 100 കന്യകമാരെയും കൃഷ്ണന് ദാനമായിട്ട് നൽകാൻ പറഞ്ഞു. 1000കണക്കിന് മാൻതോലുകളും ഏറ്റവും വില കൂടിയ കമ്പിളികളും പട്ടുവസ്ത്രങ്ങളും എല്ലാം കൃഷ്ണന് വേണ്ടി തയ്യാറാക്കാൻ പറഞ്ഞു. കുന്നുകണക്കിന് സ്വർണ്ണരത്നങ്ങളും ഒക്കെ കൃഷ്ണന് ദാനമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ എല്ലാ മക്കളും, ദുര്യോധനൻ ഒഴികെ എല്ലാവരും പുറത്ത് എന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരേണ്ടതാണ്. പ്രജകളെല്ലാവരും വഴിയുടെ ഇരുവശത്തും വരിവരിയായിട്ട് നിന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അതിസുന്ദരിമാരായിട്ടുള്ള നർത്തകിമാരും നടന്മാരും എല്ലാവരും അദ്ദേഹത്തിന്റെ സന്തോഷത്തിനായിട്ട് അവരുടേതായിട്ടുള്ള കലാവിഷ്കാരങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ്. കൊട്ടാരത്തിൽ ഓരോ രാജവീതിയിലും പല നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ടതാണ്, പുഷ്പങ്ങൾ കൊണ്ടും എല്ലാം നിറയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. രാജവീതിയെല്ലാം നന്നായി തൂത്ത് വൃത്തിയാക്കി സുഗന്ധജലം കൊണ്ട് തളിക്കേണ്ടതാണ്. നാളെ കേശവന്റെ പേരിൽ നമ്മളൊരു ഉത്സവം നടത്തുന്നതായിരിക്കും ഹസ്തിനപുരിയിൽ എന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞു. ധൃതരാഷ്ട്രർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിതുരർ പറഞ്ഞു, രാജാവേ, അങ്ങേ ഈ ലോകത്ത് അറിയപ്പെടുന്ന ധർമ്മിഷ്ഠൻ എന്നാണ്. പൊതുവെ നമ്മൾ വൃദ്ധാവസ്ഥയിൽ പോകുന്നതിനനുസരിച്ച് നമ്മുടെ തിരിച്ചറിവും എല്ലാം വർദ്ധിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ശരി, എന്താണ് തെറ്റെന്ന്. അങ്ങ് ആഗ്രഹിക്കുന്നു കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ, അത് നല്ലതാണ്. പക്ഷെ അങ്ങയുടെ ലക്ഷ്യം ശരിയല്ല. അങ്ങ് യദുകുല നായകനെ സമ്പത്തിലൂടെ കീഴടക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം പറയുന്ന ആ 5 ഗ്രാമങ്ങൾ പാണ്ഡവർക്ക് കൊടുക്കാൻ അങ്ങ് തയ്യാറല്ല. അതുകൊണ്ട് ഈ ഉപഹാരങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങാന്ന് കരുതുന്നത് വെറുതെയാണ്. യുധിഷ്ഠിരന് അർഹതപ്പെട്ടത് കൊടുത്തില്ല എങ്കിൽ ഇതെല്ലാം വെറുതെ ആവുന്നു. ആ ഗോവിന്ദൻ അങ്ങയുടെ ഈ സമ്പത്തിൽ തിരിഞ്ഞുപോലും നോക്കത്തില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് പ്രകാരം ചെയ്യുക. ഒരു അച്ഛൻ എങ്ങനെയാണോ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതേപോലെ പ്രവർത്തിക്കുക. അല്ലാതെ സ്വന്തം മക്കളുടെ നാശത്തിനായിട്ട് ശ്രമിക്കരുത്. അങ്ങയുടെ മണ്ടത്തരം കാരണം. ദുര്യോധൻ ശകുനിയെയും ഒന്ന് തുറച്ചു നോക്കി. എന്നിട്ട് എഴുന്നേറ്റിട്ട്, വിതുരർ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് വളരെ കറക്റ്റാണ്. മധുരമായിട്ടുള്ള വാക്കുകൾ കൊണ്ടോ ഉപഹാരങ്ങൾ കൊണ്ടോ ആ കൃഷ്ണനെ നമുക്ക് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ സമ്പത്തൊന്നും ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃഷ്ണൻ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ എല്ലാം കൊണ്ടും ആരാധ്യനാണ്, എല്ലാവിധ പരമോന്നത പൂജ്യനായ വ്യക്തിയാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള സമ്പത്ത് കൊണ്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ അത് നമ്മുടെ ഒരു ദുർബലതയായിട്ടേ, ബലഹീനതയായിട്ടേ അദ്ദേഹം കാണും.
നമ്മൾ കൊടുക്കുന്ന ഈ ഉപഹാരങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അദ്ദേഹം നമ്മളിൽ ക്രുദ്ധനുമാവും. ഉടനെ ഭീഷ്മർ പറഞ്ഞു, അദ്ദേഹത്തെ നേരെ ചൊവ്വെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ജനാർദ്ദനെ, ഭഗവാനെ നമ്മൾ വേണ്ടുന്ന ബഹുമാന ആദരവ് കൊടുത്താലും ഇല്ലെങ്കിലും അദ്ദേഹം ഒരിക്കലും ക്രുദ്ധനാവത്തില്ല. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് അപമാനിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മേൽ ജയിക്കാനും കഴിയില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കും. അത് നമുക്ക് ഒരിക്കലും തടയാൻ കഴിയില്ല. കാരണം അദ്ദേഹം സർവേശ്വരനാണ്. എല്ലാവിധ മാന അപമാനത്തിനും അപ്പുറത്താണ് അദ്ദേഹം. നമുക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ, അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്തൂ. നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്തു പറയുന്നു അത് അതേപടി കേൾക്കുക. അതുകൊണ്ട് രാജാവെ, പാണ്ഡവരുമായിട്ട് ശാന്തി പുലർത്തുക. അത് തന്നെയായിരിക്കും കൃഷ്ണന്റെ ആഗ്രഹം. ദുര്യോധൻ ദേഷ്യത്താൽ വരച്ചുകൊണ്ട് പറഞ്ഞു, പാണ്ഡവർക്ക് ഞാൻ ഒരു തരത്തിലുള്ള ശക്തിയും കൊടുക്കത്തില്ല. എനിക്ക് വേറൊരു ഉപായമുണ്ട്. കൃഷ്ണൻ സഭയിൽ വന്ന ഉടൻ തന്നെ നമ്മൾ കൃഷ്ണനെ ബന്ദിയാക്കും. കൃഷ്ണനെ നമ്മൾ ബന്ദിയാക്കി കഴിഞ്ഞാൽ യദുക്കളും വൃഷ്ണികുലത്തിലുള്ളവരും പാണ്ഡവരും എല്ലാവരും നമ്മളുടെ അധീനതയിലാവും. നമ്മൾ എങ്ങനെയെങ്കിലും ആൾക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ ബന്ദിയാക്കണം. ദുര്യോധൻ ഇതിൻ്റെ ഇടയിൽ ശകുനിയായിട്ടും കർണനുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. എന്നിട്ട് അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിരുന്നു. സഭയിലുള്ളവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കൃഷ്ണനെ ബന്ദിയാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ദുര്യോധൻ വിചാരിച്ചത്. അതുകൊണ്ട് കൃഷ്ണനെ ബന്ദിയാക്കി കഴിഞ്ഞാൽ പാണ്ഡവർ ഒരിക്കലും കൗരവരെ ആക്രമിക്കത്തില്ല. അങ്ങനെ ദുര്യോധനൻ ഈ മണ്ടത്തരം തീരുമാനം സഭയിലിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്തു പറയണമെന്ന് അറിയത്തില്ല. ധൃതരാഷ്ട്ര ആകെ സ്തംഭിച്ചു പോയി. എന്നിട്ട് പറഞ്ഞു, എടാ മണ്ട, നീ ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഇത് ഏറ്റവും വലിയ ഒരു പാപമാണ്. കാരണം ഒരു ദൂതനെ ഒരിക്കലും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. പിന്നെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് നീ എന്തുവാണ് വിചാരിച്ചിരിക്കുന്നത്? അദ്ദേഹം നമ്മുടെ ബന്ധുവാണ്, നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം കൗരവർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് ആളിനെ ഒരിക്കലും ബന്ദിയാക്കരുത്. ഭീഷ്മര് ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ മകന്റെ കാര്യം പോക്കാണ്. എല്ലാ സീമയും അവൻ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എപ്പോഴും അധമ പ്രവർത്തികൾ ചെയ്യാനും നീചപ്രവർത്തികൾ ചെയ്യാൻ മാത്രമായിരിക്കും താല്പര്യം. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അവന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. എത്ര നല്ല നല്ല ഉപദേശങ്ങൾ ഈ മന്ദബുദ്ധിക്ക് പറഞ്ഞു കൊടുത്താലും അവന് മനസ്സിലാവുന്നില്ല. അവൻ എപ്പോഴും അധർമ്മത്തിന്റെ പാതയിൽ തന്നെ പോവുകയാണ്. ഇവന്റെ നാശം സുനിശ്ചിതമാണ്. കൃഷ്ണനെതിരെ തിരിയുന്ന ആ നിമിഷം തന്നെ ഇവൻ നശിച്ച് ഇല്ലാതെയാകും. ഈ പാപിയുടെ വായിൽ നിന്ന് ഇനി ഒരു വാക്ക് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷ്മര് ദേഷ്യത്താൽ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. ധൃതരാഷ്ട്രർ ആ സഭയെ പിരിച്ചുവിടുകയും എല്ലാവരും അവരവരുടെ വഴിക്ക് പോവുകയാണ്. എല്ലാവരും ദുര്യോധനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി എന്തായാലും തമ്മിൽ എല്ലാവരും പറഞ്ഞു, ധൃതരാഷ്ട്രരുടെ നാശം ഇനി അധികം താമസമില്ല എന്നെല്ലാവരും സഭയിലിരുന്ന് എല്ലാവരും പറയുകയാണ്. അവരെല്ലാവരും പോകുന്ന സമയത്ത് എല്ലാവരും വളരെ വിഷമത്തോടു കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ധൃതരാഷ്ട്രം ചിന്തിച്ചു, പിറ്റേ ദിവസം കൃഷ്ണൻ വരുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്?
ഇതേ സമയത്ത് മൃഗസ്ഥലത്തിൽ നിന്നും ഭഗവാൻ പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റു. രാവിലെയുള്ള ആരാധനകളെല്ലാം ചെയ്തതിന് ശേഷം സൂര്യൻ ഉദിച്ചതോടുകൂടി തന്നെ അവർ രഥത്തിൽ തിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ ഉള്ളിൽ തന്നെ അവർ ഹസ്തിനപുരിയുടെ അടുത്തേക്ക് എത്തി. എത്രയോ കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആൾക്കാർ രാജപാതയുടെ ഇരുവശത്തും ഭഗവാനെ സ്വാഗതം ചെയ്യാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അവരെല്ലാവരും ഭഗവാൻ കൃഷ്ണനെ കാണാൻ വേണ്ടി തന്നെ നിൽക്കുകയായിരുന്നു. ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ, കുരുവംശത്തിലെ മുതിർന്ന വ്യക്തികൾ എല്ലാവരും ഭഗവാനെ സ്വാഗതം ചെയ്യാനായിട്ട് വഴിയിൽ വന്ന് നിൽക്കുകയാണ്. അവരെല്ലാം വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് ഭഗവാനെ കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ഹസ്തിനപുരിയിലേക്ക് പ്രവേശിച്ചു. ചുറ്റും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഭഗവാൻ നോക്കിയപ്പോൾ ഹസ്തിനപുരി മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ്. വലിയ വലിയ കൊട്ടാരങ്ങളുടെ മണിമാളികളുടെ മുകളിൽ നിന്നെല്ലാം ഒരുപാട് പേര് ഭഗവാന്റെ ദേഹത്ത് സുഗന്ധ ദ്രവ്യങ്ങളും പുഷ്പങ്ങളും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പല വാദ്യ ഉപകരണങ്ങളും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴികളെല്ലാം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ആ ജനങ്ങളുടെ മധ്യത്തിലൂടെ ഭഗവാൻ നടന്നു വരികയാണ്. 50 വളരെ ശക്തരായിട്ടുള്ള ഭടന്മാര് ഭഗവാന്റെ മുമ്പിൽ ഭഗവാന്റെ അംഗരക്ഷകരായിട്ട് നിൽക്കുകയാണ്, ഭഗവാൻ വേണ്ടി വഴിയൊരുക്കാനായിട്ട്. ഭഗവാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭഗവാൻ ചുറ്റും എല്ലാവരെയും നോക്കി ചിരിക്കുകയാണ്. എല്ലാവരും ജയ ഗോവിന്ദ ജയ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നേരെ ധൃതരാഷ്ട്രയുടെ ഭവനത്തിലേക്ക് കയറുകയാണ്. ധൃതരാഷ്ട്രയുടെ ഭവനം പല പല കൊട്ടാരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ചുറ്റും പല പല ഉദ്യാനങ്ങളും ഉണ്ട്. അങ്ങനെ നേരെ അന്തപുരിയിലേക്ക് കയറി. പല പല കവാടങ്ങളും കഴിഞ്ഞു. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ഭടന്മാര് അമ്പും വില്ലും കുന്തങ്ങളുമായിട്ട് കാവൽ നിൽക്കുകയാണ്. ഭഗവാനെ നേരെ ധൃതരാഷ്ട്രയുടെ മുമ്പിലാണ് കൊണ്ടുപോയത്. ഉടൻ തന്നെ ധൃതരാഷ്ട്രർ വേണ്ട രീതിയിൽ ഭഗവാനെ ബഹുമാനിച്ചു, ഭഗവാനെ സ്തുതിച്ചു. ഏറ്റവും ആർഭാടമായിട്ടുള്ള ഒരു സിംഹാസനത്തിൽ തന്നെ, രത്നങ്ങൾ പതിപ്പിച്ച ആ സിംഹാസനത്തിൽ തന്നെ ഭഗവാനെ ഇരുത്തുകയാണ്. രണ്ടിടത്തു നിന്നും തോഴിമാര് ഭഗവാനെ ചാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ആചാരാനുഷ്ഠാന പ്രകാരം ഒരു അതിഥി എങ്ങനെ സത്കരിക്കണോ, പ്രത്യേകിച്ച് വിശിഷ്ട അതിഥിയെ, ആ രീതിയിലുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഭഗവാൻ കുറച്ചു നേരം കൊട്ടാരത്തിൽ തന്നെ തങ്ങി. എന്നിട്ട് അനൗപചാരികപരമായിട്ട് പല പല തമാശകളും അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം സഭയിൽ കൂടി ചർച്ച ചെയ്യാം, ഭഗവാന്റെ സന്ദേശം കേൾക്കാം എന്ന് പറഞ്ഞു. ധൃതരാഷ്ട്രർ അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ധൃതരാഷ്ട്രയുടെ അനുവാദം ചോദിച്ച് ഭഗവാൻ കൊട്ടാരത്തിൽ നിന്ന് പോയി നേരെ വിതുരരുടെ വീട്ടിലേക്ക് പോവുകയാണ്, കുന്തി ദേവിയെ കാണാനായിട്ട്. വിതുര ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭഗവാൻ വരുമോ. വിതുര ഭഗവാനെ കണ്ട് ഭഗവാൻ വിതുരരുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോ വിതുരർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി വിതുരർ. കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരാൻ തുടങ്ങി. ഭഗവാന്റെ പാദത്തിൽ വീണു. ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് കെട്ടിപ്പിടിച്ചു. വിതുരർ ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിതുരർ പറഞ്ഞു, അങ്ങേ കാണുമ്പോൾ കിട്ടുന്ന ആനന്ദത്തെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ കഴിയുന്നില്ല. അങ്ങ് തന്നെയല്ലേ എല്ലാ ചരാചരങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ്.
എനിക്ക് എന്താ പറയേണ്ടത്, ഒന്നും വാക്കുകളില്ല ഭഗവാൻ. വിതുര ഭഗവാനെ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അവർ പാണ്ഡവരെക്കുറിച്ച് ചോദിച്ചു. വിരാട് രാജ്യത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വിതുരമായിട്ട് സംസാരിച്ചു. പാണ്ഡവരെക്കുറിച്ച് കേട്ടപ്പോൾ വിതുരർക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അവർക്ക് ഒരുപാട് സൗഹൃദ രാജാക്കന്മാരുണ്ട്, സുഹൃത്തുക്കളായിട്ട് ഒരുപാട് രാജാക്കന്മാരുണ്ട്. അവരെല്ലാം അവർക്ക് പാണ്ഡവരുടെ കൂട്ടത്തിൽ അവർ യുദ്ധത്തിന് കാണുന്നു പറഞ്ഞു. പക്ഷെ ഭഗവാന് കുന്തി ദേവിയെ കാണണമെന്നായിരുന്നു ആഗ്രഹം. ഉടൻ തന്നെ വിതുരർ കുന്തി ദേവിയുടെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭഗവാൻ അങ്ങോട്ട് കയറിയത് കുന്തി ദേവി ചാടി എഴുന്നേറ്റു. ഒട്ടും പ്രതീക്ഷയില്ല, ഓടി വന്നു. എന്നിട്ട് ഭഗവാന്റെ കെട്ടിപ്പിടിച്ച് ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ തൊട്ടിട്ട് മക്കളെക്കുറിച്ച് ഓർത്ത് കരയുകയാണ് പാവം കുന്തിദേവി. ഭഗവാൻ കൃഷ്ണൻ കുന്തിദേവി ആശ്വസിപ്പിച്ചു. അങ്ങനെ കുന്തിദേവിയുടെ ആ കരച്ചിലൊക്കെ മെല്ലെ നിന്നു. കൃഷ്ണ ക്ഷമിക്കുന്ന ഇടയ്ക്ക് കട്ടായി. അപ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പല രീതിയിലും കുന്തിദേവി ആശ്വസിപ്പിച്ചു. കുന്തിദേവി ഭഗവാൻ കൃഷ്ണനെ കുന്തിദേവിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ അതിമനോഹരമായിട്ടുള്ളൊരു ആസനത്തിൽ ഇരുത്തുകയാണ്. വെള്ളപ്പട്ട് കൊണ്ട് അലങ്കരിച്ച ഒരു ആസനത്തിൽ ഭഗവാനെ ഇരുത്തുകയാണ്. ഭഗവാന് അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്തു. ഭഗവാൻ നോക്കിയപ്പോൾ കുന്തിദേവി ആകെ ശോഷിച്ചു പോയിരിക്കുന്നു, ദുഃഖം കാരണവും ഉപവാസം കാരണമൊക്കെ. കുന്തിദേവിയുടെ ഒരു മുറിയിൽ നോക്കിയപ്പോൾ ഒരു ഭാഗത്തായിട്ട് ബ്രാഹ്മണര് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു, പല പല മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ വലിയൊരു അമ്പലം അവിടെയുണ്ട്. ഭഗവാനെ അതിമനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച മാല ഭഗവാന് ചാർത്തിയിരിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ആ മുറി മുഴുത്തം ഒരു പ്രത്യേകതരം സുഗന്ധമായിരുന്നു. പാണ്ഡവർ വനവാസത്തിന് പോയതിനു ശേഷം കൃഷ്ണനെ കുന്തിദേവി കണ്ടിട്ടില്ല, ഭഗവാനെ കണ്ടിട്ടില്ല. അന്നേരം ഭഗവാന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് കുന്തിദേവി കരഞ്ഞുകൊണ്ട് തൊണ്ടക്കിടറി സംസാരിക്കുക. എന്നിട്ട് പറഞ്ഞു, മോനെ, എൻ്റെ മക്കൾ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു? കേശവ, എൻ്റെ മക്കൾ കുട്ടിക്കാലം മുതലേ അവരെപ്പോഴും മുതിർന്നവരെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. അവരെപ്പോഴും എളിമത്വമുള്ളവരായിരുന്നു, എല്ലാവരോടും കാരുണ്യമുള്ളവരാണ്, എപ്പോഴും മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ച കുട്ടികളാണ്. പക്ഷേ അവരിൽ നിന്നെല്ലാം തട്ടിയെടുത്തു, അവരെ വനത്തിലേക്ക് പറഞ്ഞയച്ചു. എത്ര ക്രൂരമായിട്ടുള്ള വിധിയാണുള്ളത്. അവർ ക്രോധത്തെയും പ്രതികാരത്തെയും സന്തോഷത്തെയും എല്ലാം നിയന്ത്രിച്ചു. എപ്പോഴും ബ്രാഹ്മണരുടെ സേവനം മാത്രം ചെയ്യുന്നവരാണ്, എപ്പോഴും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും അവരുടെ സമ്പത്തും ഐശ്വര്യം എല്ലാം നഷ്ടപ്പെട്ട് അവർ വനത്തിൽ കഴിയേണ്ടി വന്നു. ഇത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം പിളർന്നു പോവുകയാണ്. ഇവരെങ്ങനെയായിരിക്കും വനത്തിൽ കഴിഞ്ഞത്? കൃഷ്ണ, ഇത്രയും ആർഭാടത്തോടു കൂടി കൊട്ടാരത്തിൽ ജീവിച്ച കുട്ടികൾ, എത്രയോ സേവകരുടെ നടുവിൽ ജീവിച്ച അവർ എങ്ങനെയാണ് കാട്ടിൽ ജീവിച്ചു കാണുക? ഏറ്റവും മൃദുലമായിട്ടുള്ള കിടക്കയിൽ മാത്രം കിടന്നിരുന്ന ഇവരെങ്ങനെയാണ് വെറും തറയിൽ കിടന്നിട്ടുണ്ടാവുക? എൻ്റെ കുട്ടികൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോഴേ അവരുടെ അച്ഛൻ അവരെ വിട്ടുപോയി. പിന്നെ അവർക്ക് ആകെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അമ്മയും ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഒറ്റയ്ക്ക് കഴിയുക.
ഞാൻ ഇതെല്ലാം ഓർത്ത് കുന്തിദേവി പാവം കരഞ്ഞുകൊണ്ടേയിരുന്നു. കുന്തിദേവി ഓരോരോ മകനെക്കുറിച്ച് പറഞ്ഞ് അവരെക്കുറിച്ചെല്ലാം ഓർത്ത് കരയുകയാണ്. അവരെയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ കഴിയുമോ അച്യുത? ദ്രൗപദി എങ്ങനെയുണ്ട്? എൻ്റെ മക്കളെ എല്ലാവരെക്കാട്ടിയും എനിക്ക് ദ്രൗപദി വളരെ പ്രിയപ്പെട്ടവളാണ്. സ്വന്തം അച്ഛനെക്കാട്ടിയും മക്കളെക്കാട്ടിയും ആ പതിവ്രത നാരീരത്നം എപ്പോഴും സ്വന്തം ഭർത്താക്കന്മാരുടെ സേവനം ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഏറ്റവും മഹത്തായിട്ട് കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ധർമ്മം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് സുഖം കിട്ടണമെന്നില്ല. കാരണം ഏറ്റവും പുണ്യവതിയായിട്ടുള്ള നാരീരത്നമാണ് ദ്രൗപദി. എന്നിട്ടും ഇത്രയൊക്കെ ദുരിതം അനുഭവിക്കേണ്ടി വന്നില്ലേ? ദ്രൗപദിയെ ആ സഭയിൽ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും വിഷമം തോന്നും. വേറൊന്നും എനിക്ക് ഇത്രയും വേദന നൽകിയിട്ടില്ല. വിതുരരൊഴികെ വേറെ ആരും ആ നീചന്മാർക്കെതിരെ സംസാരിച്ചില്ല. വിതുരൻ മാത്രമാണ് ഈ ലോകത്തിന് ഒരു പ്രതീക്ഷ. അങ്ങനെ തൊണ്ടയിലിടറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് കുന്തിദേവി അവിടെ ഇരിക്കാം. ഭഗവാൻ കണ്ണീര് കൊണ്ട് നനഞ്ഞിരിക്കുന്ന കുന്തിദേവിയുടെ മുഖം കണ്ട് ഇങ്ങനെ കാരുണ്യത്തോടുകൂടി നോക്കിയിരിക്കുകയാണ്. വൃദ്ധാവസ്ഥയിലും കുന്തിദേവി അതീവ സുന്ദരിയാണ്. വിധവയായതുകൊണ്ട് വെള്ള പട്ടുസാരി ഉടുത്തിരിക്കുകയാണ്. അത് വെച്ച് മുഖം മറച്ചിരിക്കുകയാണ്. പാണ്ഡുവിൻ്റെ മരണത്തിന് ശേഷം കുന്തിദേവി ഒരിക്കലും ശരീരം അലങ്കരിച്ചില്ല. പക്ഷെ എന്നിട്ടും ആ ദേവിയുടെ പാതിവൃത്യം മുഖത്ത് പ്രത്യേക ഒരു ഐശ്വര്യം കാണിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ സ്വയം നിയന്ത്രിച്ചിട്ട് കുന്തിദേവി പറയുകയായിരുന്നു, എൻ്റെ മക്കൾ ജനിച്ചപ്പോൾ ദേവന്മാരെല്ലാം ആകാശത്തിൽ നിന്നും പ്രഖ്യാപിച്ചിരുന്നു, ഇവൻ ലോകം ഭരിക്കുമെന്ന്. യുധിഷ്ഠിരൻ ജനിച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു. അർജുനൻ ജനിച്ചപ്പോൾ പറഞ്ഞിരുന്നു, കുരുവംശത്തെ മുഴുവൻ ഇവൻ ഉന്മൂലനം ചെയ്യുമെന്ന്. അതുകൊണ്ട് ഇതൊന്നും വെറുതെ ആകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സമയമായി എൻ്റെ മക്കളുടെ ശക്തി എന്താണെന്ന് ഈ ലോകത്തെ കാണിക്കാനുള്ള സമയമായി. ക്ഷത്രിയന്മാർക്ക് ജന്മം നൽകുന്നത് എന്തിനു വേണ്ടിയാണോ ആ നിമിഷം വന്നു. അതുകൊണ്ട് യുധിഷ്ഠിരനോട് അങ്ങ് പറയൂ, ദുര്യോധനെ പോലുള്ള ദുരാചാരികൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം യുധിഷ്ഠിര നിന്റെ പുണ്യം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ തീർക്കുക എന്നതാണ് നിന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് കുന്തിദേവി പറയാം. കേശവ, ചൂതുകളിൽ തോറ്റതോ രാജ്യം നഷ്ടപ്പെട്ടതോ മക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്നതോ ഒന്നും എനിക്ക് അത്രയും ദുഃഖം നൽകുന്നില്ല. പക്ഷേ ദ്രൗപദി ഒറ്റ വസ്ത്രത്തിലിരിക്കുന്ന സമയത്ത് ആ കുരുസഭയിൽ വലിച്ചഴച്ചു കൊണ്ടുവന്ന് അപമാനിക്കപ്പെട്ടു. അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം, അങ്ങ് സ്വയം നമ്മുടെ സംരക്ഷകനായിട്ടുണ്ടായിരുന്നു. ബലരാമസ്വാമി ഉണ്ടായിരുന്നു, ഭീമനും അർജുനും ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ആപത്തെല്ലാം എന്തുകൊണ്ട് വന്നു കേശവ? കുന്തിദേവി കൃഷ്ണനെ ഇങ്ങനെ നോക്കിയാണ്. ആ നോട്ടത്തിൽ കുന്തിദേവിക്ക് മനസ്സിലായി കൃഷ്ണൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കൃഷ്ണന്റെ പ്ലാൻ എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും എന്തിനായിരിക്കും പതിവ്രതയായിട്ടുള്ള ദ്രൗപദിയെ അപമാനിക്കാൻ ഒരു സാഹചര്യം വന്നത്? എന്തുകൊണ്ട് ദുര്യോധൻ ഇപ്പോഴും ഈ ലോകം ഭരിക്കുന്നു? കുന്തിദേവി ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തോ ദൈവനിശ്ചയം കാണും, എല്ലാവരുടെയും നന്മയ്ക്കായിട്ട്.
കുന്തിദേവി ചിന്തിച്ചു, വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. സാക്ഷാൽ വ്യാസമഹർഷിയിൽ നിന്ന് തന്നെ കുന്തിദേവിക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു. ഭഗവാൻ പൊതുവെ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ പലതും കേട്ടിരിക്കുന്നു. ഭഗവാൻ അവരവർക്ക് അർഹിക്കുന്ന രീതിയിലാണ് ഫലങ്ങൾ നൽകുന്നത്. ചിലപ്പോൾ പാപികൾ ഒരുപാട് സമ്പന്നരാകുന്നതായിട്ട് കാണും, ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ദുരിതം അനുഭവിക്കുന്നതായിട്ടും കാണും. പക്ഷേ ഒടുവിൽ പാപികളുടെ നാശം ഉറപ്പാണ്, ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികളുടെ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് കുന്തിദേവിക്ക് അതിനെക്കുറിച്ച് അധികം സംശയമില്ല. കാരണം കൗരവരുടെ പാപം തന്നെ അവരെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ എന്നാലും കുന്തിദേവി ആശ്വസിപ്പിച്ചു. കുന്തിദേവി അമ്മയെപ്പോലെ ഒരു ദേവിയെപ്പോലെ ഒരു സ്ത്രീ ഈ ലോകത്ത് വേറെയില്ല. ഏറ്റവും ഉന്നത കുലത്തിൽ ജനിച്ചു. ഈ ഭൂമി ഭരിച്ചിരുന്ന ഒരാളെയായിരുന്നു അമ്മ വിവാഹം കഴിച്ചത്. 5 ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കൾക്കാണ് അമ്മ ജന്മം നൽകിയത്. അമ്മയുടെ മക്കൾ എല്ലാവരും ധർമ്മത്തിന്റെ പ്രതീകമാണ്. അവർ ഉറക്കത്തെയും അലസതയും ക്രോധത്തെയും സന്തോഷത്തെയും വിശപ്പിനെയും ദാഹത്തിനെയും എല്ലാം നിയന്ത്രിച്ചവരാണ്. അവർ ഒരു തരത്തിലുള്ള താൽക്കാലിക സുഖങ്ങളുടെ പുറകെയും പോകാത്ത വ്യക്തികളാണ്. ഒരു ധീരനായ യോദ്ധാവ് എന്താ ആഗ്രഹിക്കുന്നു അത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ ഏറ്റവും വലിയ സുഖം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുഃഖം ഇത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നു. ഒന്നുകിൽ ഈ ഭൂമി അവർ ഭരിക്കും, അല്ലെങ്കിൽ അവർ തപസ്വികളായിട്ട് ജീവിക്കാൻ അവർ തയ്യാറാണ്. അമ്മയുടെ മക്കൾ ആ ഒരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവർ ഈ ഭൂമി ഭരിക്കേണ്ട സമയമായി. അവരെല്ലാം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അമ്മയ്ക്ക് വീണ്ടും കാണാൻ കഴിയും. അവരെല്ലാം രാജ്യാധികാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ സമ്പദ് സമൃദ്ധിയിൽ അമ്മയ്ക്ക് അവരെ കാണാൻ കഴിയും എന്ന് ഭഗവാൻ പറയുക. ഇതിനുശേഷം ഭഗവാൻ ഓരോ മക്കളും പറഞ്ഞ കാര്യങ്ങൾ കുന്തിദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേട്ടിട്ട് ദേവിക്ക് ആശ്വാസമായി. എന്നിട്ട് ദേവി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എന്താണ് ഉചിതമായിട്ട് അങ്ങേക്ക് തോന്നുന്നത്? അങ്ങ് എന്താണ് ഉചിതമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് അധികം താമസിക്കാതെ ചെയ്യണം കേശവ. അങ്ങ് തന്നെയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഹിതചിന്തകൻ. ശത്രുക്കളുടെ എല്ലാം നാശം അങ്ങ് തന്നെയാണ് വരുത്തുന്നത്. അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങ് തന്നെയാണ് പരബ്രഹ്മൻ. അങ്ങ് തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ. എല്ലാ ശക്തിയും എല്ലാ ഐശ്വര്യവും അങ്ങയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാം അങ്ങയിൽ ആശ്രയിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് പ്രകാരം ഇനി എല്ലാം നടക്കേണ്ടതാണ്. സത്യം പോലും അങ്ങയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. എന്നെന്നും അങ്ങയുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക എന്നതല്ലാതെ എനിക്ക് വേറൊരു ആഗ്രഹമില്ല. ഗോവിന്ദ, എന്നോട് കാരുണ്യം കാണിക്കുന്നു. ഭഗവാൻ ചിരിച്ചു. വീണ്ടും കുറച്ച് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കുന്തിദേവിയെ ചുറ്റി പ്രദക്ഷിണം ചെയ്തിട്ട് കുന്തിദേവിയുടെ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് പോവുകയാണ്. കുന്തിദേവിയുടെ മുറിയിൽ നിന്നും കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി, വിതുരരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭഗവാൻ കൃഷ്ണൻ നേരെ ദുര്യോധന്റെ കൊട്ടാരത്തിലേക്കാണ് പോയത്. ഭഗവാൻ പോയപ്പോൾ ആരും തടഞ്ഞില്ല. കവാടം എല്ലാം കഴിഞ്ഞ് ആ വലിയ കൊട്ടാരത്തിലേക്ക് ദുര്യോധന്റെ കൊട്ടാരത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ഇന്ദ്രന്റെ കൊട്ടാരം പോലെയായിരുന്നു അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ. വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടമായിരുന്നു. അസംഖ്യം രത്നങ്ങൾ കൊണ്ടും സ്വർണ കൊത്തുപണികൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയാണ്. വലിയ
കവാടത്തിലൂടെ ഭഗവാൻ അകത്തേക്ക് കയറി. സ്വർണം കൊണ്ട് നിർമ്മിച്ച പല പല ദേവന്മാരുടെയും ശില്പങ്ങൾ അവിടെ അലങ്കാരമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൊട്ടാരത്തിന്റെ 3 പ്രധാന കവാടത്തിന്റെ ഉള്ളിലൂടെ ഭഗവാൻ അകത്തോട്ട് കയറി. അതിനുശേഷം പ്രധാന സഭയ മന്ദിരത്തിലേക്ക് എത്തി. അവിടെ ദുര്യോധനൻ ആയിരക്കണക്കിന് രാജാക്കന്മാരുടെയും യോദ്ധാക്കളുടെയും ഇടയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. തൊട്ടടുത്ത് ശകുനി, കർണൻ, ദുശാസനൻ എല്ലാവരും ഉണ്ട്. കൃഷ്ണനെ കണ്ട ഉടൻ തന്നെ അവരെല്ലാവരും എഴുന്നേറ്റു. ദുര്യോധനൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ വന്ന് ഭഗവാനെ സ്വാഗതം ചെയ്തു. എന്നിട്ട് ഭഗവാനെ നേരെ ആനയിച്ച് അവിടെ ഒരു സിംഹാസനത്തിൽ ഇരുത്താനായിട്ടുള്ള ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാൻ ഇരുന്ന ഉടനെ തന്നെ ദുര്യോധൻ സ്വയം ഭഗവാനെ പൂജിച്ചു. എന്നിട്ട് ഒരു പശുവിനെ ഭഗവാന് ദാനമായിട്ട് കൊടുത്തു. ദുര്യോധന്റെ സഹോദരങ്ങൾ എല്ലാവരും വന്ന് ഭഗവാനെ പൂജിച്ചു. മറ്റ് രാജാക്കന്മാരും. എല്ലാവിധ ആചാരങ്ങളും കഴിഞ്ഞപ്പോൾ ദുര്യോധൻ കൈകൂപ്പി ഭഗവാനോട് പറഞ്ഞു, ഗോവിന്ദ, നമ്മുടെ വലിയൊരു സൗഭാഗ്യമാണ് അങ്ങിവിടെ വന്നത്. എത്ര നല്ല ഭക്തനല്ലേ. നമ്മൾ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ എല്ലാ സാമ്രാജ്യവും എല്ലാ സമ്പത്തും അങ്ങയുടേതാണ് എന്ന് തന്നെ കരുതുക. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് വരണം. ദുശാസന്റെ കൊട്ടാരത്തിൽ അങ്ങേക്ക് വേണ്ടി ഏറ്റവും സുഭക്ഷ്യമായിട്ടുള്ള സദ്യ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഈ കൊട്ടാരത്തിനെക്കാട്ടിയും നല്ല ആർഭാടത്തോടു കൂടിയാണ് അവിടെ എല്ലാവിധ സുഖസൗകര്യങ്ങളുള്ളത്. അന്നേരം ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കത്തില്ല, ഞാൻ ദുശാസന്റെ കൊട്ടാരത്തിൽ താമസിക്കത്തുമില്ല. ദുര്യോധനൻ ഉടനെ ഒരു ഉള്ളിൽ നല്ല ദേഷ്യമെങ്കിലും വളരെ വിനമ്രതയോട് കൂടി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ സ്വാഗതം എന്താണ് അങ്ങ് തിരസ്കരിക്കുന്ന ജനാർദ്ദന? പാണ്ഡവരെ പോലെ നമ്മളും അങ്ങേക്ക് പ്രിയപ്പെട്ട ആൾക്കാരല്ലേ? അങ്ങ് 2 പക്ഷത്തെയും തുല്യമായിട്ടല്ലേ കാണുന്നത്? അങ്ങ് ധൃതരാഷ്ട്രവുമായിട്ട് എത്രത്തോളം അടുപ്പമുണ്ടോ അത്രത്തോളം തന്നെ നമ്മൾ എൻ്റെ അച്ഛനായ ധൃതരാഷ്ട്രവുമായിട്ട് അങ്ങേക്ക് പാണ്ഡുവായിട്ട് പാണ്ഡവരുമായിട്ട് അങ്ങേക്ക് എത്ര അടുപ്പമുണ്ടോ അത്രയും തന്നെ നമ്മൾ ധൃതരാഷ്ട്ര പുത്രന്മാരും അങ്ങേക്ക് പ്രിയപ്പെട്ടവരല്ലേ? മാധവ, അങ്ങ് പറയണം. എന്തൊക്കെ പേരുകളല്ലേ, മാധവ, ജനാർദ്ദന. എത്ര മനോഹരമായിട്ടാണ് ദുര്യോധൻ ഭഗവാനായിട്ട് സംസാരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഭക്തനെ ഈ ലോകത്ത് വേറെ കാണാൻ പറ്റുമോ അല്ലേ? എത്ര വിനമ്രതയാണെന്ന് നോക്കണേ. എന്നിട്ട് പറഞ്ഞു, മാധവ, എന്തുകൊണ്ട് അങ്ങ് നമ്മുടെ സത്കാരം ഒന്നും സ്വീകരിക്കുന്നില്ല? അന്നേരം ഭഗവാൻ പറഞ്ഞു, പൊതുവെ ദൂതന്മാർ അവരുടെ ലക്ഷ്യത്തിൽ സഫലമായതിനു ശേഷമേ സത്കാരങ്ങൾ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ നിന്റെ സത്കാരങ്ങൾ ഞാൻ സ്വീകരിക്കൂ. എന്നിട്ട് ഭഗവാൻ കൈ ഉയർത്തി ദുര്യോധനെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ആദ്യം നീ ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് നീ എന്നെയും എൻ്റെ കൂട്ടരെയും സൽക്കരിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ ദുര്യോധന ഉള്ളിൽ നിന്ന് ഇങ്ങനെ ക്രോധം വരികയാണ്. പക്ഷേ ദുര്യോധന അതിനെയൊക്കെ നിയന്ത്രിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എൻ്റെ ഈ സത്കാരങ്ങളെ തിരസ്കരിക്കുന്ന ഒട്ടും ശരിയല്ല മധുസൂദന. അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ കേട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ആതിഥ്യ മര്യാദയെ
അങ്ങ് ഒരിക്കലും തിരസ്കരിക്കാൻ പാടില്ല. ഒരു കാരണമില്ലാതെയാണ് അങ്ങ് ഇത് നിരസിക്കുന്നത്. നമുക്ക് അങ്ങയോട് ഒരു ശത്രുതയില്ല, പിന്നെന്താണ് അങ്ങ് നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത്? ഭഗവാൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, എൻ്റെ ആഗ്രഹത്താലോ ക്രോധത്താലോ വിദ്വേഷത്താലോ ആസക്തിയാലോ ഞാൻ ഒരിക്കലും ധർമ്മം ഉപേക്ഷിക്കാറില്ല. എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഭക്ഷണം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയും ഭക്ഷണം കൊടുക്കുന്ന വ്യക്തിയായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ കഴിക്കുന്ന വ്യക്തി നല്ല ദുഃഖത്തിലായിരിക്കും. അന്നേരം നിന്റെ കാര്യത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടവുമല്ല, അതുകൂടാതെ ഞാൻ ദുഃഖത്തിലുമല്ല, പിന്നെ ഞാൻ എന്തിനു കഴിക്കണം? ഹരേ കൃഷ്ണ. ഒരു കാരണവും ഇല്ലാതെ കുട്ടിക്കാലം മുതലേ പാണ്ഡവരോട് നിനക്ക് പകയും വിദ്വേഷമാണ്. നിന്റെ സഹോദരങ്ങൾ എപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്നവരാണ്. അവരെപ്പോഴും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മനഃപൂർവ്വം ഭഗവാൻ ചൊറിഞ്ഞ വെറുതെ പോയി ചൊറിയേണ്ട ആവശ്യമുണ്ട്? ഭഗവാൻ എല്ലാം കൊണ്ടും പ്ലാൻ ചെയ്തിരിക്കും. ഭഗവാൻ പറഞ്ഞു, പാണ്ഡവർ കുട്ടിക്കാലം മുതലേ ധർമ്മിഷ്ഠരാണ്, എപ്പോഴും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികളോട് ആരൊക്കെയാണോ ശത്രുത പുലർത്തുന്നത് അവര് എന്റെയും കൂടെ ശത്രുവായിട്ട് മാറും. ആരാണോ ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ അവർ എന്റെ പാത പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് പാണ്ഡവരും ഞാനും ഒറ്റക്കെട്ടാണ്, നമ്മളെ ഒരിക്കലും അകറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ അങ്ങനെ സൂക്ഷിച്ച് ദുര്യോധനെ നോക്കി. അവൻ ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഭരതകുലത്തിൽ ജനിച്ചവനെ, ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികളോട് ആരാണോ ശത്രുത പുലർത്തുന്നത് കാമത്താലും ക്രോധത്താലും അവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നീചന്മാരാണെന്ന് മനസ്സിലാക്കുക. അവരനുഭവിക്കുന്ന ഈ സമ്പത്ത് ഐശ്വര്യം അധികാലം നിലനിൽക്കത്തില്ല. എൻ്റെ ഈ കൊട്ടാരം ഇതൊക്കെ ഇല്ലേ, അധികാലം നിലനിൽക്കത്തില്ലെന്ന് പറയും. പക്ഷെ ആരാണോ ധർമ്മത്തിലൂടെയും നീതിയിലൂടെയും ന്യായത്തിലൂടെയും സേവനത്തിലൂടെയും ഈ ലോകത്തിന്റെ കീർത്തിമാനായിട്ട് മാറും. നീ തരുന്ന ഭക്ഷണം ക്രൂരത കൊണ്ട് നിറഞ്ഞതാണ്, അധർമ്മം കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അതൊരിക്കലും സ്വീകരിക്കത്തില്ല. പക്ഷെ ഞാൻ വിതുരരുടെ വീട്ടിൽ പോയി വിതുരരുടെ ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ആ സഭ ഉപേക്ഷിച്ച് നേരെ വിതുരരുടെ വീട്ടിലേക്ക് പോവാണ്. ദുര്യോധനാണെങ്കിൽ പൊട്ടി ചെതറുന്ന അവസ്ഥയിലേക്ക് ഇരിക്കുകയാണ്. ആ സമയത്ത് എല്ലാ മുതിർന്ന സഭയിലുള്ള മുതിർന്ന വ്യക്തികളെല്ലാവരും, ഭീഷ്മര്, ദ്രോണാചാര്യ, അവരെല്ലാവരും ചെന്ന് ഭഗവാനോട് അവരുടെ മന്ദിരത്തിൽ വന്ന് താമസിക്കാൻ പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഒരുപാട് നന്ദി ഈ സ്വാഗതത്തിന്, പക്ഷെ ഞാൻ വിതുരരുടെ വീട്ടിലേ നിൽക്കുന്നു. അവിടെ ഭഗവാൻ കൃഷ്ണനും സാധിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി വിതുരരുടെ ഭാര്യ ഉണ്ടാക്കിയ എന്താണോ അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ആ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ആദ്യം ഭഗവാൻ കുറച്ച് ബ്രാഹ്മണർക്ക് കൊടുക്കും. എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം
വിതുരർ പറയാണ്, കേശവ, അങ്ങ് വന്നത് ദുര്യോധന ഒട്ടും ഇഷ്ടമല്ല. അവൻ എല്ലാ ധർമ്മങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരിക്കലും നല്ല ഉപദേശങ്ങൾ മനസ്സിലാവത്തില്ല. അവൻ്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അഭിപ്രായത്തിൽ അവൻ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. പക്ഷെ അവൻ്റെ ആഗ്രഹപ്രകാരം അല്ലാതെ വേറൊന്നും കേൾക്കത്തില്ല. അവൻ്റെ സുഹൃത്തുക്കളുടെ പോലും ഏറ്റവും വലിയ ശത്രുവാണ്. എല്ലാവിധ ധാർമ്മികതയും വിട്ട് അവൻ അസത്യത്തിന് കൂട്ടുനിൽക്കുകയാണ്. അവൻ വെറും അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് പറയുന്ന ഉപദേശമൊന്നും അത് അവൻ സ്വീകരിക്കണമെന്നില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിതുരരുടെ ഭാര്യ വന്ന് ഭഗവാന്റെ വായൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മസാലകളൊക്കെ ഭഗവാന് ചവയ്ക്കാനായിട്ട് കൊടുത്തു. അതിനുശേഷം നല്ല ചന്ദനത്തിരി അവിടെ കത്തിച്ചു. എന്നിട്ട് ചാമരം വെച്ച് ഭഗവാനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭഗവാൻ വിതുരരുടെ ഭാര്യയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വിതുരരുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. വിതുരർ പറഞ്ഞു, ദുര്യോധന് ഭീഷ്മരിലും ദ്രോണരിലും കൃപാചാര്യരിലും കർണനിലും അശ്വത്ഥാമ ജയദ്രഥരിലും പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ട് ഇത്രയും ശക്തരായിട്ടുള്ള സൈന്യബലം ഉണ്ടായതുകൊണ്ട് അവൻ ശാന്തിയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അവൻ വിചാരിക്കുന്നു പാണ്ഡവർക്ക് ഈ സൈന്യത്തെ നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലെന്ന്. അവന് ബുദ്ധി തീരെയില്ല. അതുകൊണ്ട് തന്നെ പാണ്ഡവർക്ക് ഒന്നും കൊടുക്കാൻ അവൻ തയ്യാറല്ല. വിതുരർക്ക് ഭഗവാൻ കൃഷ്ണൻ കൗരവ സഭയിൽ പോകുന്ന ഒട്ടും ഇഷ്ടമല്ല. വിതുരർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഭഗവാനെ എവിടെ അപമാനിക്കാൻ ശ്രമിക്കുമെന്ന്. പക്ഷെ വിതുരർക്ക് ഇതും അറിയാം, ഭഗവാൻ എല്ലാ അപമാനത്തിനും അപ്പുറത്താണ്. പക്ഷെ എന്നാലും ഭഗവാനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായതുകൊണ്ട് ഭഗവാൻ അങ്ങനെ സഭയിൽ പോകണം എന്ന് വിതുരർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൂടാതെ ഭഗവാനെ അപമാനിക്കുന്ന ആ പാപവും കൂടെ സഭയിലുള്ള എല്ലാവരും കൂടെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകരുതെന്ന് വിതുരർ ആഗ്രഹിച്ചു. വിതുരർ പറഞ്ഞു, ദുര്യോധന് അങ്ങയുടെ ഉദ്ദേശത്തിൽ വലിയ സംശയമുണ്ട്. അങ്ങയുടെ പ്രസ്താവന ഒന്നും അവൻ സ്വീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. രഥങ്ങളാലും ആനക്കൂട്ടങ്ങളാലും നിറഞ്ഞ സൈന്യബലം അവന്റെ കൂട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് അവൻ വിചാരിക്കുന്നു അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന്. ഇപ്പോൾ ഈ രാജ്യം അവൻ്റേതാണെന്ന് അവൻ കരുതുന്നു. അവന്റെ ഒറ്റയ്ക്കുള്ള രാജ്യമാണ്. അവനാണ് ഇതിന്റെ എല്ലാം അധിപതി എന്നാണ് ചിന്തിക്കുന്നത്. അവൻ ചിന്തിക്കുന്നു അങ്ങ് എപ്പോഴും പാണ്ഡവ പക്ഷത്താണ്. അവന്റെ കൂട്ടു നിൽക്കുന്ന പല രാജാക്കന്മാരും ഇപ്പോൾ അങ്ങയുടെയും കൂടെ ശത്രുവാണ്. അങ്ങയോടുള്ള ഭയം കൊണ്ട് അവരെല്ലാവരും ദുര്യോധന്റെ കൂട്ടത്തിൽ ചേർന്നിരിക്കുകയാണ്. പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരത്തിൽ അവരെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. ഇത്രയും അങ്ങേ ശത്രുവായിട്ട് കാണുന്ന രാജാക്കന്മാരുടെ ഇടയിൽ ഭഗവാൻ അങ്ങ് എങ്ങനെയാണ് പോകുന്നത്? അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ ശക്തി എന്താണെന്നും അറിയാം. അങ്ങ് അജിതനാണെന്നും എനിക്കറിയാം. പക്ഷെ എന്നാലും അങ്ങേ അങ്ങോട്ട് പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്ക് അങ്ങയോടുള്ള സ്നേഹവും ബഹുമാനവും സൗഹൃദം കൊണ്ട് ഞാൻ പറയാം. അങ്ങേ കാണുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷത്തെക്കുറിച്ച് ഞാൻ എത്ര പറഞ്ഞാലും തീരത്തില്ല എന്ന് വീണ്ടും വീണ്ടും ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ ഉടനെ വിതുരരുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, അങ്ങ് ഏറ്റവും ഉയർന്ന ചിന്താഗതിക്ക് അനുസരിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അങ്ങ് എൻ്റെ സുഹൃത്ത് തന്നെയാണ്. ഒരു സുഹൃത്തിനോട് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്.
മൗലികപരമായിട്ടും ലോകത്തിൻ്റെ ഹിതം വെച്ച് നോക്കുമ്പോഴും ഇതെല്ലാം ഉചിതം തന്നെയാണ്. ഒരു അച്ഛനോ അമ്മയും മക്കളെ എങ്ങനെ ഉപദേശിക്കുന്നു അതേപോലെ തന്നെയാണ്. അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നതിൻ്റെ കാരണവും കൂടെ അങ്ങ് മനസ്സിലാക്കുക. ദുര്യോധന്റെ ക്രൂരതയും അവന്റെ ഉദ്ദേശം എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള നീചന്മാരെ ആരാണോ ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്, അത് ഏറ്റവും വലിയ സത്പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഒരു സത്പ്രവൃത്തി നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഒരുപക്ഷെ വിജയിച്ചില്ലെങ്കിലും അതൊരു സത്പ്രവൃത്തിയായിട്ട് തന്നെ മാറും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒറ്റത്തവണയെങ്കിലും ശാന്തി ഉറപ്പുവരുത്താൻ ഞാനൊരു ശ്രമം നടത്തുകയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ദുരിതത്തിൻ്റെ, ഈ നടക്കുന്ന ദുരിതങ്ങളുടെ എല്ലാം അടിവേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുവംശം തന്നെയാണ്. ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ ദുര്യോധനനും കർണനുമാണ്. ഭഗവാൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിൽ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം ആടിക്കൊണ്ടിരിക്കുന്നു, തിളങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ ദീപത്തിന്റെ പ്രകാശത്തിൽ. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തില്ലെങ്കിൽ ആ സുഹൃത്തിനെ സുഹൃത്തെന്ന് പറയാൻ കഴിയില്ലല്ലോ. ചില സമയത്ത് ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ അവനെ നിർബന്ധിച്ച് അവന്റെ മുടി പിടിച്ച് വലിച്ചു കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ദുര്യോധനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നിട്ടും അവൻ അതിനെ ഗൗരവത്തോടുകൂടി എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനമെങ്കിലും കാണത്തില്ലേ, എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു എന്ന്. അതുകൊണ്ട് അവൻ എൻ്റെ ഉപദേശങ്ങളെ ഒന്നും സ്വീകരിച്ചില്ലെങ്കിൽ അവൻ തന്നെയാണ് കുറ്റക്കാരൻ അവൻ്റെ അവ അനുഭവിക്കാൻ പോകുന്ന ഫലങ്ങളുടെ. അതുകൊണ്ട് വേറെ ആരും എന്നെ കുറ്റപ്പെടുത്തില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഒന്നും ചെയ്തില്ല എന്ന്. അതുകൊണ്ട് പാണ്ഡവർക്കെതിരെ ഒരു അനീതി നടക്കാതെ അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് ഒരു ശാന്തിയിലൂടെ ലഭിക്കുകയാണെങ്കിൽ അത് ഇരുപക്ഷത്തിനും നന്മയുള്ള കാര്യമല്ലേ. പിന്നെ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്കെതിരെ ആര് വന്നാലും സിംഹത്തിൻ്റെ മുമ്പിൽ കുറേ മൃഗങ്ങൾ വരുന്നത് പോലെയാണ്. ഞാൻ ഉറച്ചവിടെ നിന്നു കഴിഞ്ഞാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഏകദേശം രാത്രിയോളം ഭഗവാൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. കുറച്ചു നേരത്തേക്ക് അവർ വിശ്രമിച്ചു. നേരം പുലർന്നു. ആ സമയത്ത് വിതുരന്റെ വീട്ടിൻ്റെ മുമ്പിൽ പല പല സേവകരും വന്ന് സാമവേദ മന്ത്രങ്ങളും പല പല സംഗീത ഉപകരണങ്ങളും കൊണ്ട് ഭഗവാനെ ഉണർത്തുകയാണ്. ആ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ ഉണർന്നു. ഭഗവാൻ പ്രാതകർമ്മങ്ങളെല്ലാം ചെയ്തു, യജ്ഞങ്ങളൊക്കെ ചെയ്തു, സൂര്യദേവനെ ആരാധിച്ചു, ഗായത്രി മന്ത്രങ്ങളൊക്കെ ചൊല്ലി. അതിനുശേഷം ദുര്യോധനും ശകുനിയും ഭഗവാനെ കാണാനായിട്ട് അവിടെ എത്തുകയാണ്. ദുര്യോധനും ശകുനിയും കൈകൂപ്പി പറഞ്ഞു, ധൃതരാഷ്ട്രം ബാക്കിയുള്ള കൗരവരെല്ലാം സഭയിൽ അങ്ങേ കാത്തു നിൽക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ അവിടെ എത്തുന്നതായിരിക്കും. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. അതിനുശേഷം ശകുനിയും ദുര്യോധനും പോയതിനു ശേഷം ഭഗവാൻ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണർക്ക് സ്വർണങ്ങളും രത്നങ്ങളും
പട്ടുവസ്ത്രങ്ങളും ഒക്കെ ദാനമായിട്ട് നൽകി. എന്നിട്ട് ഭഗവാൻ സഭയിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ദാരുകൻ ഭഗവാന്റെ രഥം തയ്യാറാക്കി അത് വിതുരരുടെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. യജ്ഞത്തിനെ പ്രദക്ഷിണം ചെയ്ത് ബ്രാഹ്മണരെയും നമസ്കരിച്ചിട്ട് ഭഗവാൻ വിതുരരുടെ വീട്ടിൽ നിന്ന് യാത്രയാകുകയാണ്. ഭഗവാന്റെ രഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ, സാത്വികി, വിതുരർ ഇവർ 3 പേരും ആ രഥത്തിൽ ഇരിക്കുകയാണ്. ദുര്യോധനും ശകുനിയും വേറൊരു രഥത്തിൽ പിന്തുടരുകയാണ്. അവർക്ക് പുറമെ കൃതവർമ്മ, ബാക്കിയുള്ള പല യോദ്ധാക്കളുമുണ്ട്. ചിലവർ രഥത്തിലാണ്, ചിലവർ ആനപ്പുറത്തും. ബ്രാഹ്മണർ നടന്നുകൊണ്ട് പല ശുഭമന്ത്രങ്ങളും ഉരുവിട്ടുകൊണ്ട്, പല പല സംഗീത വിദ്വാൻമാർ അവരുടെ സംഗീത ഉപകരണങ്ങൾ വായിച്ചുകൊണ്ട്, അതിൻ്റെ പുറകെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള ശക്തരായിട്ടുള്ള പടയാളികളും കവചങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വാളും പരിചയും കുന്തവും മഴുവൊക്കെ പിടിച്ചുകൊണ്ട് യോദ്ധാക്കൾ നടക്കുകയാണ്. രാജവീതി പ്രജകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഭഗവാൻ കൃഷ്ണനെ ഒരു നോക്ക് കാണാനായിട്ട് കൊതിച്ചിരിക്കുകയാണ്. കാരണം കൃഷ്ണനെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. അത്രയ്ക്ക് പ്രശസ്തനാണ് ഭഗവാൻ. അന്നേരം ആ ഒരു ഏറ്റവും പ്രശസ്തനായ ഭഗവാനെ കാണാനായിട്ട് എല്ലാവരും അവരവരുടെ കൊട്ടാരങ്ങളുടെ ബാൽക്കണികളിലൊക്കെ നിന്ന്, ടെറസിൻ്റെ മുകളിൽ നിന്ന് എല്ലാം സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം വീരനായകനാണല്ലോ ഭഗവാൻ വരുന്നത്. എല്ലാവരും ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ അവിടെ എല്ലാം കൂടി നിൽക്കുകയാണ്. തുടർച്ചയായിട്ട് അവരെല്ലാം പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ദേഹത്തായിട്ട്. അങ്ങനെ ഈ അധ്യായം കഴിയുകയാണ്. ഇനി സഭയിൽ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നാളെ രാവിലെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ രാവിലെ നമുക്ക് സഭയിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.